ജാസർ പോലാണ്. ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള ബായാറിലെ മുളിഗദ്ദ എന്ന പ്രദേശത്താണ്. ഇവിടുത്തെ ഗോൾഡൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഇവന്റ് ഓണർ മമ്മുഞ്ഞി ആജിയുടെ മകൻ സക്കരിയുടെ കല്യാണ അനുബന്ധ സൽക്കാരത്തിലേക്ക് ടീം ട്രയാങ്കിളുമായി എത്തിയതാണ്. ഈ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ എന്നും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിക്കുക. ഏതായാലും ഇന്നത്തെ ഫംഗ്ഷനിലെ പ്രധാന കുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. എത്ര വർഷമായി നിങ്ങൾ തുടങ്ങിയിട്ട്? 35 വർഷമായി. എൻ്റെ വാപ്പയാണ് ആദ്യം ദുബായ് കുക്ക് മൂത്താന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫേമസ് കുക്ക് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് കാസർഗോഡ് കുമ്പള എല്ലാ ഭാഗത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 35 വർഷമായല്ലേ? ഇപ്പം ഞങ്ങളാണ് അതിന് ചെയ്യുന്നത്. വാപ്പ മരിച്ചതിന് ശേഷം, വാപ്പാന്റെ മരണത്തിന് ശേഷം നിങ്ങളാണ് ഇപ്പോൾ ഈ പാചക മേഖല കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ മട്ടൻ ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, ചിക്കൻ അച്ചാർ, അങ്ങനെയുള്ള എല്ലാ ഐറ്റമുണ്ട്. ഇപ്പോൾ 2500 പേർക്ക് 2500 ആൾക്കുള്ള ഭക്ഷണം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയാക്കും. എല്ലാം അടിപൊളിയാണ്. ഇൻഷാല്ലാ ബാക്കിയെല്ലാം ടോട്ടലി കാണിക്കും. ചിക്കൻ അച്ചാർ ടിക്ക അത് ഇവിടുത്തെ സൽക്കാരങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. നല്ല ഒന്നാന്തരം ബീഫ് കറി മുതൽ മറ്റ് മേക്കിങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പ്രധാന സൽക്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ആദ്യം ഭക്ഷണം കഴിച്ച് ശേഷം വർക്ക് തുടങ്ങിയാൽ മതിയെന്ന് വീട്ടുകാരുടെ ഒരു നിർബന്ധം. അങ്ങനെ ടീം അംഗങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നെങ്കിലും ഇതുപോലുള്ള നല്ല പരിഗണന ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നത് വലിയൊരു സന്തോഷമാണ്. നിക്കാഹിന് മുന്നോടിയായിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഓരോ പ്രദേശത്തും പോയി അവിടുത്തെ സെറ്റിംഗ്സ് ഒക്കെ വ്യത്യസ്തമാണ്, ഭക്ഷണം വ്യത്യസ്തമാണ്. ഏതായാലും ടോട്ടലായിട്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ മൊത്തം കാണാം. നിക്കാഹിനും ശേഷം അനുബന്ധ സൽക്കാരത്തിനും ഇവിടെ എത്തുന്ന എല്ലാ അതിഥികൾക്കും പ്രത്യേകമായ സ്വീകരണം നൽകി ലൈവ് ജ്യൂസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. സൽക്കാരങ്ങളിലൊക്കെ പുതിയ ട്രെൻഡിങ് ആയ കണ്ണൂർ കോക്ടെയിൽ, ക്യാരറ്റും പാലും മറ്റ് ഹെൽത്തി ഐറ്റങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇന്നത്തെ ലൈവ് ജ്യൂസിലെ പ്രധാന ആകർഷണവും അത് തന്നെയാണ്. അങ്ങനെ ഇവിടെ നിക്കാഹിന് ശേഷമുള്ള സൽക്കാരത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ടീം ട്രയാങ്കിളിന്റെ അംഗങ്ങളൊക്കെ ഇവിടെ സജീവമായി സർവീസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പ്രധാന ഐറ്റമുകളിലേക്ക് പോകുമ്പോൾ മട്ടൻ ബിരിയാണി, അച്ചാർ ടിക്ക, ചിക്കൻ ലിവർ, പെപ്പർ മസാല, ബീഫ് കറി, മട്ടൻ കുറുമ, വെജ് കുറുമ, സാലഡ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റമുകളുണ്ട്. നിക്കാഹിന് ഇവിടെ എത്തിയ അതിഥികളൊക്കെ സൽക്കാരത്തിന് സുഭക്ഷ്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണ്. വർഷങ്ങളുടെ പഴമയും പ്രൗഢിയുമുള്ള ഗോൾഡൻ ഇവന്റിനെ അതുപോലെ മമ്മുഞ്ഞി ആജിയെയും ഇവിടുത്തെ ജനങ്ങൾക്ക് അത്രമേൽ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാവണം ഇവിടുത്തെ ഇന്നത്തെ ഈ സൽക്കാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ മൊത്തം എല്ലാവരും എത്തിയിട്ടുണ്ട്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള എല്ലാ ഐറ്റമും ആദ്യം മുതൽ അവസാനം വരെ ഇത്ര നല്ല രീതിയിൽ നന്നായി നൽകിയ മറ്റൊരു സൽക്കാരവും ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കൂടെ വീട്ടുകാർ ഞങ്ങളോട് കാണിച്ച മാന്യമായ ഇടപെടലും സ്നേഹവും പരിഗണനയും സപ്പോർട്ടും പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.